ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കുറച്ച് ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ മലയാളികളൊക്കെ ഒരു ദിവസത്തിൽ ഒരു സവാളയെങ്കിലും വീട്ടിൽ ഉപയോഗിക്കാത്ത മലയാളികൾ ഉണ്ടാവുകയില്ല. മിക്ക കറികളിലും ഒരു സവാളയെങ്കിലും വേണം. സാധാരണ നമ്മൾ എന്തിനും സവാള ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ തൊലി കളയാറാണ് പതിവ്. എന്നാൽ ഇനി ഉള്ളിത്തൊലി കളയണ്ട. ഉള്ളിത്തൊലി കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗമുണ്ട്. എന്നാൽ അതിലൊരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെടികൾക്കൊക്കെ വളമായിട്ട് ഉപയോഗിക്കാം. ആദ്യം 1-2 ദിവസം ഈ ഉള്ളിത്തൊലി 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ ഉള്ളിത്തൊലി എന്നിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുക. ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത കണ്ടെയ്നറിലോ അല്ലെങ്കിൽ പാത്രത്തിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും വെക്കുക. ഒന്നുകിൽ ഇങ്ങനെ വെക്കുന്ന സമയത്ത് അടപ്പുള്ള പാത്രത്തിൽ വെക്കുകയാണ് നല്ലത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പാത്രം എടുത്തത്. ഉള്ളിത്തൊലി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞാൽ കണ്ടോ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും. ഉള്ളിത്തൊലിയുടെ വെള്ളം നിങ്ങളെ വീട്ടിലുള്ള ഏത് വളരാത്ത ചെടിയും അതുപോലെ തന്നെ പൂവിടാത്ത ചെടിക്കും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏത് പൂവിടാത്ത ചെടികളും പൂവിടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ചെടികളിൽ ഉണ്ടാകുന്ന പ്രാണിശല്യത്തിനൊക്കെ നല്ലൊരു സൊല്യൂഷനാണ് ഈ സവാളയുടെ വെള്ളം. അപ്പോൾ ഇനി ഉള്ളിത്തൊലി കളയേണ്ട. ഉള്ളിത്തൊലി ഇതുപോലെ ഏതെങ്കിലും പാത്രത്തിലാക്കിയിട്ട് ഇതുപോലെ ദിവസം നമ്മളിതുപോലെ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ചെടിക്കും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല പൂവിടും കേട്ടോ. ഈ കൊടും ചൂടത്തൊക്കെ നമ്മളെ ചെടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു വളമാണ് കേട്ടോ ഇത്. പിന്നെ ഇത് നമ്മൾ ഉള്ളിത്തൊലിയൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് വേസ്റ്റ് പാത്രത്തിലിട്ട് കളയുന്ന സാധനമാണ്. അപ്പോൾ ഇത് നമ്മൾ വേറെ പൈസ ചിലവൊന്നുമില്ല. ഇത് നമ്മൾ ഇതുപോലെ എടുത്ത് ഒരു കവറിൽ എടുത്ത് വെച്ച ശേഷം ഒന്നിച്ച് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ വീട്ടിലുള്ള ചെടികൾക്കുള്ള വളം റെഡിയാക്കി എടുക്കാം. കൂടുതൽ പൈസ ചിലവൊന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് പൂരി ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനുള്ള കുറച്ച് ടിപ്സുകൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പലപ്പോഴും മാവ് കയ്യിലും വിരലുകളും പാത്രങ്ങളിലും എല്ലാം പറ്റിപ്പിടിക്കുന്നത് വലിയ തലവേദനയാണ്. ഇത് ഒഴിവാക്കാൻ കുറച്ച് വഴികളുണ്ട്. ആദ്യം തന്നെ നമ്മൾ മാവ് ഉപയോഗിക്കുമ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടുക. ഇത് മാവ് കയ്യിൽ ഒട്ടാതിരിക്കാൻ സഹായിക്കും. മാത്രമല്ല ഇത് കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മാവിനെ നീക്കം ചെയ്യുന്നതിനും സഹായിക്കും. ഇത് മാവിൻ്റെ രുചി വർദ്ധിപ്പിക്കാനും സഹായിക്കും. കൂടാതെ കയ്യിൽ നിന്ന് പതിയെ മാവ് അടർന്നു പോകുന്നതിന് ഇത് സഹായിക്കും. നിങ്ങളുടെ മാവ് വളരെയധികം സോഫ്റ്റ് ആവുകയും കയ്യിൽ നിന്ന് അല്ലെങ്കിൽ വിരലിൽ നിന്ന് മാവ് അടർന്നു പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാവ് കുഴക്കുമ്പോൾ കുറച്ച് തണുത്ത വെള്ളം ഉപയോഗിക്കുക. ഇങ്ങനെ ചെയ്താൽ ഒട്ടിപ്പിടിച്ച മാവ് പെട്ടെന്ന് പോവാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നോമ്പൊക്കെ വരുന്നത്, അപ്പോൾ നമ്മൾ പത്തിരി അതുപോലെ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന സമയത്ത് മാവ് കുഴക്കുമ്പോൾ കൈകളിൽ പറ്റിപ്പിടിക്കാതിരിക്കാൻ അല്പം പൊടി ആദ്യം കൈകളിൽ വിതറുക. ശേഷം മാവ് കുഴച്ച് തുടങ്ങുമ്പോൾ അല്പം വിതറുക. ചെയ്യുമ്പോൾ കയ്യിൽ മാവ് ഒട്ടാതിരിക്കാൻ സഹായിക്കും. ഈ വിതറുന്നത് കൊണ്ട് തന്നെ കയ്യിലെ ഈർപ്പം പെട്ടെന്ന് വലിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ കയ്യിൽ മാവ് ഒട്ടാതിരിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ മാവ് കുഴക്കുമ്പോൾ കയ്യിൽ ഒട്ടാതിരിക്കാനുള്ള അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ പഞ്ചസാര നമ്മൾ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അതുപോലെ പഞ്ചസാര കുറച്ചെടുത്തിട്ട് കയ്യിൽ സ്ക്രബ് ചെയ്തിട്ട് മാവ് കുഴക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടാതിരിക്കാൻ സഹായിക്കും മാവ്. പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തി മാവ് കുഴക്കണ സമയത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റ് ആവുകയും കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് തടയാനും ഒത്തിരി സഹായിക്കും. അതുപോലെ തന്നെ മാവിന് നല്ല രുചി കൂട്ടാനും നെയ്യ് ഉപയോഗിക്കുന്നത് നല്ലതാണ്.